ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയ പഠനത്തിനായി യുഎസ് അനുവദിക്കുന്ന കുടിയേറ്റേതര വിസയാണ് F1 വിസ. യുഎസിലെ അംഗീകൃത കോളേജുകൾ, സർവകലാശാലകൾ, ഹൈസ്കൂളുകൾ, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം, മറ്റ് അക്കാദമിക സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മുഴുവൻ സമയ പഠനം നടത്താൻ വേണ്ടിയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് F1 വിസ അനുവദിക്കുന്നത്. എന്നാൽ F1 വിസയുടെ കാലാവധി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് യുഎസിൽ തുടരാൻ സാധിക്കുമോ? സാധിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം. അത് എങ്ങനെയെന്ന് നോക്കാം. F1 വിസയുടെ കാലാവധി കഴിഞ്ഞെന്ന് കരുതി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതേക്കുറിച്ച് ഇമിഗ്രേഷൻ അറ്റോർണി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പഠനത്തിൽ എൻറോൾ ചെയ്യുകയും ആക്റ്റീവ് സ്റ്റുഡൻറ് സ്റ്റാറ്റസ് നിലനിർത്തുകയും ചെയ്യുന്നിടത്തോളം നിയമപരമായ രാജ്യത്ത് തുടരാം. അതേസമയം ഡൊണാൾഡ് ട്രംപ് സർക്കാർ അധികാരത്തിലേറിയ ശേഷം കടുത്ത നിരീക്ഷണത്തിലാണ് F1 വിസ ഉപയോഗിച്ച് യുഎസിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ഇതുവരെ 300-ലധികം F1 വിസകൾ റദ്ദാക്കപ്പെട്ടുവെന്നാണ് യുഎസ് സർക്കാരിൻ്റെ സ്ഥിരീകരണം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎസ് ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസിനെ അനുകൂലിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ അടക്കം F1 വിസകളാണ് യുഎസ് റദ്ദാക്കിയത്. കൂടാതെ മദ്യപിച്ച് വാഹനം ഓടിച്ചടക്കമുള്ള കുറ്റങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും F1 വിസ റദ്ദാക്കിയിട്ടുണ്ട്. പാസ്പോർട്ടിലെ വിസ സ്റ്റാമ്പിന്റെ കാലാവധി കഴിയുകയും യുഎസിൽ തുടരുകയും ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികൾ ആശങ്കാകുലരാണ്. എന്നാൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് യുഎസ് കേന്ദ്രീകരിച്ചുള്ള അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. വിസ എന്നത് ഒരു പ്രവേശന രേഖ മാത്രമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങളുടെ സ്റ്റുഡൻറ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റാറ്റസ് ആക്റ്റീവായി തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി തുടരാനാകും. വിദേശ വിദ്യാർത്ഥികളെയും സന്ദർശകരെയും നിരീക്ഷിക്കുന്നതിന് യുഎസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനമാണ് സ്റ്റുഡൻറ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം. വിദ്യാർത്ഥിയുടെ സ്റ്റുഡൻറ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെങ്കിൽ വിസയുടെ കാലാവധി കഴിഞ്ഞാലും നിയമപരമായി തുടരുകയാണെന്ന് കണക്കാക്കും. എന്നാൽ വിസ കാലാവധി കഴിഞ്ഞ ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവ ഇതൊക്കെയാണ്: 1. സ്റ്റുഡൻറ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫൈഡ് സ്കൂളുകളിൽ മുഴുവൻ സമയവും ചേർന്നിരിക്കണം. 2. അക്കാദമിക കോഴ്സിൽ സാധാരണ പുരോഗതി കൈവരിക്കണം. 3. സ്റ്റുഡൻറ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇനി ചില കണക്കുകൾ നോക്കാം. 2023-24 കാലയളവിൽ യുഎസിൽ 11,26,690 വിദേശ വിദ്യാർത്ഥികളാണ് എത്തിയത്. ഇതുവഴി $43.8 മില്യൺ യുഎസിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവനയായത്. 2024 നവംബറിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ യുഎസിലെ ചൈനീസ് വിദ്യാർത്ഥികളുടെ എണ്ണം ഇന്ത്യൻ വിദ്യാർത്ഥികൾ മറികടന്നു. F1 വിസയ്ക്ക് പുറമെ വൊക്കേഷണൽ സ്റ്റഡീസിനുള്ള M1 വിസ, എക്സ്ചേഞ്ച് പ്രോഗ്രാംസിനുള്ള J1 വിസ എന്നിവയും യുഎസ് വിദ്യാർത്ഥികൾക്കായി അനുവദിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്റ്റുഡൻറ് വിസ അപ്രൂവൽ കുറച്ചിട്ടുണ്ട്. 2023 സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2024 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച സ്റ്റുഡൻറ് വിസകളുടെ എണ്ണത്തിൽ 34% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.